ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും നമ്മളെക്കാളും പ്രവാചകനെ സ്നേഹിക്കണം. എന്നിട്ടും എന്തേ നമ്മൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാത്തത്? കാരണം എന്തെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ 6000 ചില്ലാനമായത്തിൽ ഒരു മേഖലയിൽ പോലും അള്ളാഹു സ്വർഗനരകങ്ങളിലേക്ക് പോകുന്ന അമലുകളെ പറ്റി പറഞ്ഞെടുത്ത് ഒരു ഭാഗത്ത് പോലും മീലാദുൻ നബി എന്നോ റബീഉൽ അവ്വൽ എന്നോ ആഘോഷമെന്നോ സ്വർഗത്തിന്റെ അമലായി ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. 23 കൊല്ലം നബി ജീവിച്ചു. 22 കൊല്ലം റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. ഒരു കാരക്കയെടുത്ത് 4ആയി ചീന്തി അതിലൊരു ചീളെടുത്ത് ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് ആഘോഷിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞത് ദീനിലില്ല. പ്രവാചകന് ശേഷം പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട 4 ഖലീഫമാർ, 2 വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 വർഷം ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 13ഓളം വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4.25 കൊല്ലം അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടത്തി. റബീഉൽ അവ്വൽ വന്നു. ഏതെങ്കിലും ഒരു ദിവസം പള്ളി അലങ്കരിച്ചില്ല, ദഫ് മുട്ടിയില്ല, അന്നദാനം നടത്തിയില്ല, കുട്ടികളെ വെച്ച് പാട്ട് നടത്തിയില്ല, പ്രവാചകന്റെ പ്രകീർത്തനം നടത്താമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളുണ്ട് 10 ആളുകൾ, അവരും ആഘോഷിച്ചില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ വിദ്യാർത്ഥിനികളെ, നല്ലവരായ MSMൻ്റെയും സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും മക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞൊരു സമയം നിങ്ങളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അത്രയും സമയം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ ശ്രദ്ധയോടെ കേട്ടിരിക്കണമേ എന്ന് വിനയത്തോടുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മക്കൾക്കും ഹിദായത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി അവൻ്റെ ഡ്യൂക്ക് ബൈക്കിൽ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റോഡ് സൈഡിലുള്ള വെള്ളം നിറഞ്ഞ കുഴിയിലേക്ക് അറിയാതെ അവൻ്റെ ബൈക്ക് തെന്നി വീണു. ആ തെന്നിയിടത്ത് നിന്ന് നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള മരത്തിൽ പോയിട്ടാണ് അവനും അവൻ്റെ ബൈക്കും പോയി ഇടിച്ചത്. തലയിൽ ശരീരത്തിൻ്റെ വലിയൊരു ഭാഗമായി അവിടെ പൊട്ടലുണ്ടായി, രക്തം വാർന്നൊലിച്ച് തൽക്ഷണം ആ 17 വയസ്സുകാരൻ മരണപ്പെട്ടു പോയി. അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പത്രമാധ്യമത്തിൽ നമ്മൾ വായിച്ചത്, സ്വന്തം വിവാഹത്തിൻ്റെ അന്ന് വധുവായി മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയ സഹോദരി പെൺകുട്ടി ശരീരത്തിൽ തീപ്പൊള്ളലേറ്റ് ആളിക്കത്തി അതേ കല്യാണ സദസ്സിൽ വെച്ച് മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുപോയ വാർത്ത അതിൻ്റെ 2 മാസങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വായിച്ചത്. ഞാനിരിക്കുന്ന എൻ്റെ നല്ലവരായ മക്കളോട് ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ സമാനമായ പ്രായത്തിലുള്ള ജീവിതത്തിൽ ആനന്ദകരമായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനിടയിൽ ഈ ദുനിയാവിൽ നിന്ന് പോയ അവരൊക്കെ എവിടെയാണ്? ഒന്നുകൂടി ആ ചോദ്യം ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി പറയുന്നു. വയനാട് ചൂരൽമലയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 100-ലധികം ആളുകൾ ഒന്നിച്ച് മരണപ്പെട്ടു പോയി. ആ മരിച്ചു പോയവരിലും നമ്മുടെ പ്രായത്തിലുള്ള മക്കളുണ്ട്.
അവർ ഇന്ന് എവിടെയാണ്? നമ്മുടെ സംസാരത്തിൽ പറയും അവരൊക്കെ മണ്ണിനടിയിലാണ്, വാഹനത്തിനടിയിൽ പെട്ടു മരിച്ചവരാണ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചവരാണ്. ശരിയാണ്. പക്ഷെ അവർ ഇന്ന് എവിടെയാണ്? ഇന്ന ഇലൈന അയ്യാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. അവർ അള്ളാഹുവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോയി. ആ മരണപ്പെട്ടു പോയവരൊക്കെ ഇന്ന് അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞ 2 അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു അനുഭവം അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. അവർ ഖബർ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴും നമ്മുടെ സമപ്രായക്കാരായ പലരും ഇന്ന് മണ്ണിനടിയിലാണ്. അവർ അനുഭവിക്കുകയാണ്. 2 അനുഭവമാണ്. ഒന്നെന്താണ്? ഒന്ന്, അള്ളാഹു സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭയാനകമായ നരകത്തിൻ്റെ ഒരു ഭാഗം ഇന്നവർ അനുഭവിക്കുന്നുണ്ടാകും. അല്ലെങ്കിലോ സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച അതിസുന്ദരമായ സ്വർഗത്തിൻ്റെ ഒരു ഭാഗം അവർ ഇന്ന് അനുഭവിക്കുന്നുണ്ടാകും. 2 അവർ ഉറപ്പായിട്ടും അനുഭവിക്കും. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോക്കൂ നിങ്ങൾ, ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവം സ്വർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു ലോകമാണ്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസക്കും വലക്കും ഫീഹാ മാ തദ്ദഉൻ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ. യാത്രകൾ, വാഹനങ്ങൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ആഭരണങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, മരണപ്പെട്ടു പോയവരെ തിരിച്ചു കിട്ടുന്ന മനോഹരമായൊരു ലോകം. സങ്കടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, തെറി പറയാത്ത, ആക്ഷേപങ്ങളില്ലാത്ത, ചെയ്യാത്ത കുറ്റത്തിന് ഒരാളും ശിക്ഷിക്കാത്ത മനോഹരമായൊരു ലോകം നമ്മളെ കാത്തിരിക്കുന്നു. രണ്ടാമത്തേത് ഏതാണ്? ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത വേദനകൾ അനുഭവിക്കുകയാണ്. നമ്മുടെ കണ്ണിലേക്ക് ഏതെങ്കിലും ഒരാൾ ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് അതിൻ്റെ കനലോടുകൂടി നമ്മുടെ കണ്ണിലേക്ക് കുത്തുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും മരത്തോട് ചേർത്ത് വെച്ചൊരു ആണി തറച്ച് ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുത്തൊഴുകി പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും നമ്മുടെ ഒരു ശരീരത്തിൽ ഒരു മില്ലിലുള്ള ഒരു യന്ത്രത്തിലേക്ക് നമ്മുടെ കൈ അറിയാതെ പെട്ട്, ഒരു മരമില്ലിൻ്റെ യന്ത്രത്തിനുള്ളിൽ നമ്മുടെ കൈകൾ പെട്ട് കൈകൾ 2ആയി വിച്ഛേദിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആലോചിക്കാൻ പോലും നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയേക്കാൾ, ലോകത്തിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടിയുള്ള ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടി പോലും സെക്കൻഡുകൾ കൊണ്ട് വെള്ളമാകുമാറ് ഭയാനകമായ നരകശിക്ഷ എന്നത് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും നമ്മുടെ പ്രായത്തിലുള്ളവർ പോലും. എന്തടിസ്ഥാനത്തിലാണ് അവർ ഖബറിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അനുഭൂതികൾ അനുഭവിക്കുന്നത്? ഈ ദുനിയാവിൽ അവർ പഠിച്ച കോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്വർഗവും നരകവും? ആണോ? അവർ പോയ യാത്രയുടെ അടിസ്ഥാനത്തിലാണോ? അവർ കണ്ട റീൽസിൻ്റെ അടിസ്ഥാനത്തിലാണോ? അവരുടെ ഫ്രണ്ട്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്വർഗവും നരകവും? അല്ല എന്ന് നമ്മൾക്കറിയാം. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരേ ഒരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം മനസ്സിലാക്കുക എന്നതാണ് ഹൈസെക്കിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ സ്വർഗവും നരകവും, നമ്മുടെ സന്തോഷവും നമ്മുടെ സന്താപവും, നമ്മുടെ ഖബറിൽ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നുണ്ടോ, അല്ല ശൈത്വാനെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നുണ്ടോ എന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ നിങ്ങൾ, ഓരോ ദിവസവും അള്ളാഹു നമ്മളെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരണം, നിങ്ങൾ എന്നെ കൂട്ടുകാരനാക്കണം എന്ന് പറഞ്ഞ് അള്ള വിളിക്കുന്നുണ്ട്. ശൈത്താനും അവൻ്റെ കൂട്ടാളികളും അപ്പുറത്തു നിന്ന് വിളിക്കുന്നുണ്ട്. 2 പേരും വിളിക്കുമ്പോൾ നമ്മൾ ഏതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പര്യാവസാനം. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഒരു ദിവസം 5 തവണ അള്ള നമ്മളെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരൂ. ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. അതിൻ്റെ ആശയം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വിജയത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂ. സുബഹിക്കാണെങ്കിൽ അള്ളാഹു ഒന്നുകൂടി വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനന്നൗം. താൽക്കാലികമായ 20 മിനിറ്റ് ഉറക്കമൊഴിവാക്കി നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരൂ, എങ്കിൽ നിങ്ങൾക്ക് ഖബറിൽ നംകനൗമത്തിൽ അറൂസ്, പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങാം. ഇത് അള്ളാഹു വിളിക്കുന്ന വിളിയാളമാണ്. ആ വിളിക്കുത്തരമേകി നമ്മൾ പോയാൽ നമ്മൾക്ക് പരലോകത്ത് അള്ളാഹുവിനെ കാണാം, പ്രവാചകനെ കാണാം, സഹാബാക്കളെ കാണാം. 5 വക്ത് നമസ്കാരം ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ
ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ സ്വർഗം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ പള്ളിയിലേക്ക് ക്യാമ്പസിൽ നിന്ന് പോകുമ്പോൾ, നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിന്ന്, സ്പോർട്സിൻ്റെ അന്ന്, ആഘോഷങ്ങളുടെ അന്ന്, അവിടെ നടക്കുന്ന കലാമേളയുടെ അന്ന് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പിശാചും അവൻ്റെ കൂട്ടാളികളും നമ്മളെ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇപ്പോഴൊന്നും തുടങ്ങണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമസ്കാരം തുടങ്ങിയാൽ മതി, നമ്മുടെ വാപ്പയും നമ്മുടെ ജേട്ടനുമൊക്കെ തുടങ്ങിയ പ്രായത്ത് തുടങ്ങിയാൽ മതി, ഇപ്പൊ തന്നെ നിസ്കരിച്ചിട്ടൊരു മുത്തക്കിയാകണ്ട. അത് പറയുന്നത് കൂട്ടുകാരനാകും, കൂടെയുള്ളവനാകും, കൂടെയുള്ളവളാകും. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് വലിക്കും. നോക്ക്, ഭക്ഷണം കഴിച്ചിട്ട് സമയമുണ്ടെങ്കിൽ നമസ്കരിച്ചാൽ മതി. അത് ശൈത്വാനും അവന്റെ കൂട്ടാളികളുമാണ്. നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത് എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മൾ അവരോട് പറയണം, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നിർത്തുന്നുണ്ട്. അയാളുടെ തൊട്ടടുത്ത് മറ്റൊരു വ്യക്തിയുമുണ്ട്. ആ വ്യക്തിയുടെ കയ്യിൽ വലിയൊരു പാറക്കട്ടമുണ്ട്. ആ പാറക്കട്ടം കൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ തലക്ക് അതിശക്തമായി അടിക്കുന്നു. അയാളുടെ തല പൊട്ടിപ്പിളരുന്നു, രക്തം പുറത്തേക്ക് ഒലിക്കുന്നു. അയാൾ വാവിട്ട് നിലവിളിക്കുന്നു. വീണ്ടും തല പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. രംഗം കണ്ടു നിൽക്കാൻ കഴിയാതെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, മൻഹാദ, ഇതാരാണ്? നരകശിക്ഷയുടെ മുമ്പ് സ്വന്തം ശരീരത്തിൽ പാറക്കല്ലുകൾ കൊണ്ട് അടികിട്ടി തല പൊട്ടിപ്പിളർന്ന് ദീനരോധനങ്ങളും അട്ടഹാസങ്ങളുമായി വീണ്ടും തല പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന് ദയനീയമായ ഈ ശിക്ഷയ്ക്ക് വിധേയമായവർ ആരാണ്? അതിന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് പറയുന്ന വാക്ക്, യുദിഊന സ്വലാ വയത്തബിഊനൽ ഹവാ. അവർ അവരുടെ ഇഷ്ടങ്ങൾ വരുമ്പോൾ നമസ്കാരം ഒഴിവാക്കിയവരാണ്. കലാമേലയുടെ അന്ന് നിസ്കരിക്കൂല, സുബഹി നിസ്കരിക്കൂല, ടൂറിന്റെ അന്ന് നിസ്കരിക്കൂല, നാട്ടിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോളിന്റെ അന്ന് നിസ്കരിക്കൂല, കൂട്ടുകാരുടെ കല്യാണത്തിന് തലേന്ന് പോയാൽ നിസ്കരിക്കില്ല, നാട്ടിൽ നടക്കുന്ന ക്യാമ്പസിൽ നടക്കുന്ന ഏതെങ്കിലും ആഘോഷത്തിന്റെ അന്ന് നിസ്കരിക്കൂല, വാപ്പി ഉമ്മയും ഉണ്ടെങ്കിൽ നിസ്കരിക്കും, അവർ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ നിസ്കരിക്കും. അവർക്ക് ഇടക്കിടക്ക് ഒഴിവാക്കുകയും ഇടക്കിടക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്ക് നരകശിക്ഷയുടെ മുമ്പ് കിട്ടുന്ന ശിക്ഷയാണിത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ കൂട്ടുകാരനായി കാണുന്ന വിദ്യാർത്ഥിയായി നമ്മൾ മാറുവാനാണ്. ശൈത്താൻ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. ശൈത്താൻ അവന്റെ അനുയായികളെ കൂട്ടുകാരുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തത് ആ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ്. നമ്മുടെ ഒന്നാമത്തെ തീരുമാനം, ഹൈസക്കിന് ശേഷം ജീവിതത്തിൽ സുബഹിയടക്കം എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും, ഏതൊക്കെ ക്യാമ്പസിലാണെങ്കിലും, എന്തൊക്കെ യാത്രയുണ്ടെങ്കിലും, എന്തൊക്കെ ടൂർ ഉണ്ടെങ്കിലും, ആരും കൂടെയില്ലെങ്കിലും ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ തീരുമാനം. അള്ളാഹുവിനെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നതിന്റെ ആദ്യത്തെ അടയാളം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 2, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് പല രൂപത്തിൽ ശൈത്താൻ കടന്നു വരും. ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട്, ക്യാമ്പസിൽ നാട്ടിൽ SSLCക്ക് മുഴുവൻ A+ കിട്ടി, +2 മുഴുവൻ A+ കിട്ടി, നാട്ടുകാരുടെ സ്വീകരണങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങി കേരളത്തിന് പുറത്ത് മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയ എൻ്റെ കൺമുന്നിൽ അവനെ ഞാൻ കാണുന്നു. ക്യാമ്പസിൽ നിന്ന് അവൻ്റെ രക്ഷിതാക്കൾക്ക് ഫോൺ കോൾ വന്നു. അവനെത്തി 6-7 മാസങ്ങൾക്ക് ശേഷം. സ്വാഭാവികമായി ഇതുവരെ അവൻ്റെ കാര്യത്തിന് കലാലയത്തിൽ നിന്ന് വിളിച്ചത് എന്തെങ്കിലും പ്രത്യേകമായ സമ്മാനങ്ങൾ രക്ഷിതാക്കൾക്ക് നൽകാൻ വേണ്ടിയാണ്. അത്രയും മിടുക്കനാണ്. ആവേശത്തോടെ രക്ഷിതാക്കൾ ക്യാമ്പസിലേക്ക് എന്നപ്പോൾ സ്റ്റാഫ് റൂമിൽ മുഴുവൻ അധ്യാപകരുടെയും നടുവിൽ കയ്യിലൊരു പൊതിയുമായി സ്വന്തം മകൻ നിൽക്കുന്നു. ഫുൾ A+, +1, +2 SSLCക്കും വാങ്ങി നാടിൻ്റെ ആദരം കിട്ടിയ ഒരു കുട്ടി ആ നാട്ടിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങി കുട്ടികൾക്ക് പണത്തിന് വേണ്ടി വിതരണം നടത്തിയ കുട്ടിയായി ക്യാമ്പസിൽ അവന് മാറി. സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, എന്തേ പറ്റിയത്? ശൈത്വാനെ പിൻപറ്റാൻ തുടങ്ങി. അല്ല പറഞ്ഞിരുന്നു, ഫജിത്തനിബൂഹു, പൊടിയായി, സ്റ്റിക്കറായി, ഏതെങ്കിലും സിറിഞ്ചായി, പാനീയമായി, മിഠായിയായി, ചുണ്ടിന് അടിയിലായി, ഏതെങ്കിലും ചുണ്ടിന്റെ അഗ്രഭാഗങ്ങളിലായി, നാവിനടിയിലായി, ശരീരത്തിൽ അടിച്ചു കയറ്റുന്നതായി, ഏതെങ്കിലും കലാമേളയുടെ തലേന്ന് പോയി ബിയർ അടിക്കുന്നവനായി, റൂമിൽ കുറ്റിയിട്ട് ആരുടെയെങ്കിലും കൂടെ തോന്നിവാസത്തിന്റെ ഭാഗമായി ലഹരിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിക്കരുതേ എന്ന്
അല്ല സ്വർഗത്തിന് വേണ്ടി നമ്മളോട് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ശൈത്താന്റെ അനുയായികൾ പറയും, എടാ ക്യാമ്പസ് അല്ലേ, എടാ ആഘോഷമല്ലേ, ആൺകുട്ടിയാകുമ്പോൾ കുറച്ചൊക്കെ ഉപയോഗിക്കണ്ടേ, 2 വലി വലിച്ചിട്ടില്ലെങ്കിൽ എന്താ, ഒരു പൊടി വെച്ചിട്ടില്ലെങ്കിൽ എന്താ, ബിയർ കുടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ജീവിതമാണ്, ഇതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയില്ലേ, ഇതൊന്നുമില്ലെങ്കിൽ എന്ത് ലൈഫാണ് എന്ന് പറയുമ്പോൾ ശൈത്വാനെ മുന്നിൽ കാണണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ പറഞ്ഞു തരാൻ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ നബി പറഞ്ഞു, മറക്കരുത് ഈ കഥ. പ്രവാചകൻ പറയാൻ, ഒരു യുവാവ് അയാളുടെ ഉമ്മയും പെങ്ങളുമായി ഒരു മരുഭൂമിയുടെ യാത്ര പോകാൻ. പ്രവാചകൻ കഥയിലൂടെ നമ്മൾക്ക് ആശയം കൈമാറി തരാൻ, ഇത് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം, ഹൃദയത്തിൽ ചേർക്കുന്നതോടൊപ്പം. യുവാവും ഉമ്മയും പെങ്ങളും മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. ആ യാത്രാ മധ്യേ മരുഭൂമിയിലെ കൊള്ളക്കാർ ഈ 3 പേരെയും പിടിച്ചു. എന്നിട്ട് അവരെ കശാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. 3 പേരും മരുഭൂമിയിലെ കൊള്ളക്കാരോട് യാചിച്ചു. ആ യാചനക്ക് ഫലമുണ്ടായി. കൊള്ളക്കാർ ഈ യുവാവിനോട് 3 കാര്യങ്ങളാണ് ഓപ്ഷൻ വെച്ചത്. നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്താം, പക്ഷെ 1, നീ നിന്റെ ഉമ്മയെ കൊല്ലണം, എങ്കിൽ നിനക്കും പെങ്ങൾക്കും രക്ഷപ്പെടാം. അദ്ദേഹം ആലോചിച്ചു, ഉമ്മയെ കൊല്ലേ, നടക്കൂല. എങ്കിൽ 2ാമത്തെ ഓപ്ഷൻ, പെങ്ങളെ ബലാത്സംഗം ചെയ്യണം, തോന്നിവാസം ചെയ്യണം, എങ്കിൽ നിനക്കും ഉമ്മാക്കും രക്ഷപ്പെടാം. പെങ്ങളെ തോന്നിവാസം ചെയ്യേ, നടക്കൂല. 3ാമത്തെ ഓപ്ഷൻ, എങ്കിൽ നിനക്ക് ഞങ്ങൾ തരുന്നൊരു ലഹരി തരാം, അതുപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്കും ഉമ്മാക്കും പെങ്ങൾക്കും രക്ഷപ്പെടാം. 3-ലേതെങ്കിലും 1 സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ജീവനോടുകൂടി ഉള്ളവർക്ക് പുറത്തു പോകാം, അല്ലെങ്കിൽ 3 പേരെയും ഞങ്ങൾ കശാപ്പ് ചെയ്യുന്നതാണ്. ഏതൊരു മനുഷ്യനെ പോലെ അവനും ആലോചിച്ചു, ഉമ്മയെ കൊല്ലുവാനോ പെങ്ങളെ തോന്നിവാസം ചെയ്യാനോ കഴിയില്ല, ഉള്ളതിൽ പിന്നെ ലഹരി ഉപയോഗിക്കലാണ്. അവർ കൊടുത്ത ശക്തമായ ലഹരി അദ്ദേഹം ഉപയോഗിച്ചു. ബാക്കി പ്രവാചകൻ പറഞ്ഞ കഥ എന്തെന്നറിയോ മക്കളെ? ആ ലഹരി മത്ത് പിടിച്ചപ്പോ മുന്നിലുള്ള പെങ്ങളെ സുന്ദരിയായ മറ്റൊരു സ്ത്രീയായി ലഹരി അയാൾക്ക് തോന്നിപ്പിച്ചു. അയാൾ കടന്നു പിടിച്ചു. സ്വന്തം പെങ്ങളെ അയാൾ അതിതീവ്രമായി തോന്നിവാസം ചെയ്തു. തോന്നിവാസം ചെയ്യുന്നിടയിൽ ഉമ്മ മോനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവന്റെ അടുക്കലേക്ക് വന്നു. അവന്റെ ശാരീരികമായ പ്രവർത്തനത്തിൽ തടസ്സം നിൽക്കുന്ന മറ്റൊരു സ്ത്രീയായി അവന് തോന്നി. ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് അവനവന്റെ ഉമ്മയുടെ കഴുത്തിന് പിടിച്ചു. തോന്നിവാസം കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കൈകളിൽ പെടന്ന് സ്വന്തം ഉമ്മ ചേതനയേറ്റു താഴെ വീണു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവനോട് ഒരു തെറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. അവൻ ലഹരിയത് ഉപയോഗിച്ചു, ഒരു തെറ്റു ചെയ്തു. ഫലത്തിൽ അയാൾ ലഹരി ഉപയോഗിച്ചു, പെങ്ങളെ തോന്നിവാസം ചെയ്തു, ഉമ്മയെയും കൊന്നു. എന്നിട്ടാണ് നബി പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ഹാൻസ്, പാൻ പരാഗ്, സ്റ്റിക്കർ, കൂള്, ഏതൊക്കെ ലഹരിയുണ്ടോ, ബിയർ, പുകവലി, കള്ള്, എന്തൊക്കെയുണ്ടോ മുഴുവൻ തോന്നിവാസത്തിന്റെയും ഏറ്റവും വലിയ അപ്പോസ്തലനതാണ്, അടിയാധാരമതാണ്. അത് നിങ്ങൾ തുടങ്ങിയാൽ, വലി നിങ്ങൾ തുടങ്ങിയാൽ, ഹാൻസ് നിങ്ങൾ തുടങ്ങിയാൽ, സിറിഞ്ച് നിങ്ങൾ തുടങ്ങിയാൽ, വാപ്പാക്കെതിരെ നിങ്ങൾ കയ്യോങ്ങും എന്നത് എഴുതി വെച്ചോളൂ. ഉമ്മയെ കൊല്ലാൻ കത്തിയെടുക്കും എന്നത് ഹൃദയത്തിൽ എടുത്തു വെച്ചോളൂ. എത്ര മക്കളാണ് സ്വന്തം ഉമ്മയെ തലക്കടിച്ചു കൊന്നത്, വാപ്പാക്ക് വിഷം കൊടുത്തു കൊന്നത്, സ്വന്തം പെങ്ങളെ തോന്നിവാസം ചെയ്തത്. പ്രിയപ്പെട്ട മക്കളെ, ഏതൊരു കലാലയത്തിൽ പോകുമ്പോഴും പെൺകുട്ടികളോടടക്കം പുതിയ കാലഘട്ടം, നമുക്കൊക്കെ ഒന്ന് ബിയറടിച്ച് ഏതെങ്കിലും ഒരു ഹാളിൽ പോയി 4 പാട്ടും വെച്ച് ചാടിയാലാണ് നമ്മൾ പുതിയ നവോത്ഥാനത്തിന്റെ പെൺകുട്ടികളാവുക എന്ന് പറയുമ്പോൾ ശൈത്താന്റെ പിൻഗാമികളാണ് നിങ്ങളെ ഹിജാബിൽ നിന്നും തോന്നിവാസത്തിലേക്ക് കൊണ്ടുപോകാനും സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് ശൈത്താന്റെ അനുയായിയായി കൊണ്ടുപോകുവാനുമാണ് എന്ന് ഹൈസക്കിലൂടെ തിരിച്ചറിയാൻ കഴിയണം. ഒരു ലഹരിയും ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കണം. 3ാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട മക്കളോടാണ്, പെൺകുട്ടികളോടാണ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ മുന്നിലേക്ക് എത്രയോ രക്ഷിതാക്കൾ വരാറുണ്ട്. സ്കൂളിൽ നിന്നാകട്ടെ, ഖുത്ബയ്ക്ക് ശേഷമാകട്ടെ, നല്ല ബലിഷ്ഠരായ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, ആദരിക്കപ്പെടുന്ന എത്രയോ ആളുകൾ മുന്നിൽ വന്നു നിൽക്കും. എന്നിട്ട് പറയും, ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ കഴിയുമോ? എന്തേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും,
ഞങ്ങളെ വീട് സന്തോഷം കൊണ്ടുള്ള വീടാണ്. ഞങ്ങളെ വീട്ടിൽ 3 മക്കളാണ്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ, ഇബാദത്തുകളൊക്കെ സജീവമാണ്. എന്നാൽ മൗലവി എന്നെ വിളിച്ചു കഴിയുമ്പോഴേക്കും അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. എൻ്റെ മകളിതാ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, വാപ്പാ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, നിങ്ങൾ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരികയായി നിങ്ങൾക്ക് നിർവാഹമുള്ളൂ, ഇല്ല എങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, കൂട്ടുകാർ കൂടെയുണ്ടാകും, നിയമപരമായി ഞങ്ങളെ തടുക്കാൻ നിങ്ങൾക്കും കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആളെ ഞങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരണം, ഞങ്ങൾക്ക് 2-3 കൊല്ലത്തെ ബന്ധമാണ്. സഹോദരങ്ങളെ, അത്ഭുത ബന്ധമെന്നറിയുമോ? മഫ്തയിടുന്ന, നിസ്കരിക്കുന്ന, മദ്രസയിൽ പഠിച്ച പെൺകുട്ടികളായ സഹോദരിമാരും ആൺകുട്ടികളായ സഹോദരങ്ങളും ഇതേ വാക്ക് പറയുമ്പോൾ അവിടെ മനസ്സിൽ എന്തെന്നറിയുമോ സഹോദരങ്ങളെ? ഇതൊന്നും ഒരു തെറ്റല്ല എന്നാണ്. അല്ല പറയുന്നത് വിവാഹത്തിന് ശേഷം പ്രണയിക്കണമെന്നാണ്. അല്ല പറയുന്നത് വിവാഹത്തിന് ശേഷം നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ്. ഞാൻ നേർക്കുനേരെ പറയുന്നു, വിവാഹത്തിന് ശേഷം നിങ്ങൾ ടൂർ പോകണമെന്നാണ്. വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണമെന്നാണ്. വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ചുറങ്ങണമെന്നാണ്. ശൈത്താൻ പറയുന്നു, വിവാഹത്തിന്റെ മുമ്പ് നിങ്ങൾ ഒന്നിച്ചുറങ്ങണം, വിവാഹത്തിന്റെ മുമ്പ് നിങ്ങൾ പരസ്പരം ശരീരം കാണിക്കണം, വിവാഹത്തിന്റെ മുമ്പ് നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യണം, വിവാഹത്തിന്റെ മുമ്പ് നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, വിവാഹത്തിന്റെ മുമ്പ് നിങ്ങൾ മാതാപിതാക്കളെ ചതിച്ച് നട്ടപ്പാതിരക്ക് വീഡിയോ കോൾ ചെയ്യണം, നിങ്ങൾ വിവാഹത്തിന്റെ മുമ്പ് ദീനിനെ നിങ്ങൾ മറികടക്കണം. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? കൈകൾ കൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ കൂടെയാണോ? നാവ് കൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ കൂടെയാണോ? ഫോൺ കൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ കൂടെയാണോ? മാതാപിതാക്കളെ ചതിക്കുന്നവരുടെ കൂടെയാണോ? ആങ്ങളമാരെ വഞ്ചിക്കുന്നവരുടെ കൂടെയാണോ? ഖുർആനിനെ നിഷേധിക്കുന്നവരുടെ കൂടെയാണോ? നബിയെ പുറങ്കാല് കൊണ്ട് തല്ലിത്തെറിപ്പിക്കുന്നവരുടെ കൂടെയാണോ? അള്ളാഹു നൽകുന്ന അഭിമാനത്തെ, ഹറം പോലെ പവിത്രമായ അഭിമാനത്തെ തല്ലിക്കെടുത്തി 50 വയസ്സ് വരെ ജീവിച്ച മാതാപിതാക്കളെ അങ്ങാടിയിലൂടെ തോർത്തുമുണ്ടിട്ട് നടക്കാൻ മാത്രം അവസ്ഥയാക്കുന്ന തോന്നിവാസത്തിന്റെ കൂടെയാണോ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കുക. അതിനുശേഷം പിന്നീട് നിസ്കാരത്തിന് ശേഷം അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ ഖൈർ നൽകണമേ എന്ന പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് കൂട്ടരെ അല്ല നമ്മളെ പരിഗണിക്കുക? ഞാൻ അള്ളാന്റെ വാക്കാണ്, ഉമ്മാന്യം വാപ്പാന്യം തൃപ്തി ഉണ്ടെങ്കിലേ അള്ളാന്റെ തൃപ്തി ജീവിതത്തിൽ, പഠനത്തിൽ, ഭാവിയിൽ, മക്കളുണ്ടാകുന്നതിൽ, സമാധാനത്തിൽ ജീവിക്കുന്നതിൽ പടച്ചോന്റെ തൃപ്തി, ബാപ്പാന്റെ ഇമ്മാന്റെ തൃപ്തി ഉണ്ടാകുമ്പോഴേ ഉണ്ടാകുള്ളൂ. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടേ 5-8 ആൾക്കാരും കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാല കൊടുത്ത് എവിടെങ്കിലും ഒരു ബുക്ക് എഴുതിയിട്ട് തിരിച്ചു പോയാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്ന സിനിമ പറയും. പക്ഷെ സമാധാനം തരുന്ന ആരാ പറഞ്ഞത്? നടനോ, നടിയോ, ഫെമിനിസ്റ്റുകളോ, ലിബറൽ വാദികളോ അല്ല. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലാഹു ആണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരിക. അല്ലാഹു പറഞ്ഞു തരില്ല. അല്ല പറഞ്ഞു തരില്ല. ചതിച്ചവന്, വഞ്ചിച്ചവന് സമാധാനം അല്ല കൊടുക്കൂല. പ്രിയപ്പെട്ട ആൺകുട്ടികളെ, പെൺകുട്ടികളെ, ഹറാമെന്ന് മാറി നിൽക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിക്കണം. അത് അവിഹിതമാണ്, വ്യഭിചാരമാണ്, താന്തോന്നിത്തരമാണ്, തെമ്മാടിത്തരമാണ്. അതിലുണ്ടാകാനേ പാടില്ല, നമ്മൾക്ക് പാടില്ല. പെൺകുട്ടികളോടൊരു കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി പറയാൻ, ഒരു ബാപ്പ എന്നുള്ള നിലക്കും ജേഷ്ഠൻ നിലക്കും അധ്യാപന നിലക്കും നിങ്ങൾ കേട്ടോളിൻ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആൺകുട്ടിക്ക് തൊടുവാൻ നിങ്ങളിങ്ങനെ നിൽക്കാനെരികൊളിൻ. നിങ്ങളുടെ ദേഹത്ത് വന്ന് ഒരു ആൺകുട്ടികളെ തൊടുന്നു, നിങ്ങൾ എന്താ പ്രതികരിക്കുക? നിങ്ങൾ ചിലപ്പോൾ കൈമാറ്റും, ചിലപ്പോൾ ഒന്ന് അടിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഡ്രസ്സിൽ ഒരാൾ വലിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? പെൺകുട്ടികളെ, നിങ്ങൾ ശക്തമായി ഇടപെടും അല്ലേ? നിങ്ങളുടെ യാത്രക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തോട് തൊട്ടുരുമി ഒരാൾ നിൽക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുക? അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, കൈകൾ കൊണ്ടാറ്റും അല്ലേ? എന്നാൽ അയാൾക്ക് നിങ്ങളെ തൊടാൻ ആഗ്രഹമുണ്ട്, അയാൾക്ക് നിങ്ങളെ തോന്നിവാസം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അയാൾക്ക് നിങ്ങളുടെ ശരീരം പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അയാൾ ബുദ്ധിമാനാണെങ്കിൽ അയാൾ ചെയ്യുന്ന ഒന്നാമത്തെ വള്ളിയാണ്, ഒന്നാമത്തെ കെണിയാണ് നിങ്ങളെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നലെ വരെ അയാൾ തൊട്ടാൽ അടിച്ചിരുന്ന നിങ്ങൾ ഇന്ന് മുതൽ പ്രേമിച്ചു കഴിഞ്ഞാൽ
തൊടാൻ കൈകൾ നീട്ടിവെച്ചു കൊടുക്കും. ഇരിക്കാൻ നിങ്ങൾ വണ്ടി വാടകയ്ക്കെടുത്തു കൊടുക്കും. വീട്ടിൽ ആരുമില്ലാത്ത സമയം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ആരാരും വരാത്ത സ്ഥലം നിങ്ങൾ അറിയിച്ചു കൊടുക്കും. കള്ളത്തരങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളെ ചതിക്കുവാൻ ഉദ്ദേശിക്കുന്നവന്റെ ഒന്നാമത്തെ അടയാളം നിങ്ങളെ പ്രേമിച്ച് വഞ്ചിക്കുക എന്നതാണ്. അതിന്റെ ഒന്നാമത്തെ വടിയിലേക്ക് നിങ്ങൾ പോയിട്ട് പിന്നെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് റമദാനിൽ തറാവീഹിന് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ അള്ളാഹു എങ്ങനെ പരിഗണിക്കും എന്ന് കണ്ടറിയണം. ആൺകുട്ടികളോട് നിങ്ങളുടെ പെങ്ങളെ ഒരാൾ പിന്നാലെ കൂടി ഉപദ്രവിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എങ്കിൽ മറ്റൊരു പെങ്ങളുടെ മറ്റൊരു മകളുടെ വീട്ടിലേക്ക് രാത്രി വിളിക്കുന്നതും ആ പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്നതും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നതും നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് പടച്ചോന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക? ഉണ്ടാകരുത് പ്രിയപ്പെട്ട മക്കളെ. 3 കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. 4ാമത്തെ കാര്യം കൂടി. ജീവിതത്തിൽ നമ്മൾക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നറിയാൻ ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ സ്വർഗം ലഭിക്കുമോ നരകം ലഭിക്കുമോ എന്നറിയാൻ ഒരൊറ്റ വഴിയുണ്ട്. ആ വഴി എന്താണ്? ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ, നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കെ ഈ ഓഡിറ്റോറിയം ഒന്നാകെ താഴേക്കാണ് വീണു എന്ന് വെക്കുക. ഞാനടക്കം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടു മരിച്ചു എന്ന് വെക്കുക. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന, നമ്മൾ ഇതുവരെ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല എന്ന് നമ്മൾക്ക് ഇന്ന് പറയാൻ കഴിഞ്ഞാൽ, തൗഹീദും ആരാധനയും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. അല്ല, നമ്മൾക്ക് തൗഹീദുണ്ട്, നിസ്കാരമുണ്ട്, പക്ഷെ നമ്മുടെ ഫോണും നമ്മുടെ ലാപ്ടോപ്പും നമ്മുടെ ടാബും നമ്മുടെ റൂമും നമ്മുടെ ഹെഡ്സെറ്റും നമ്മുടെ ജനലകളും നമ്മൾക്കെതിരെ അള്ളാഹുവിനോട് എതിർത്തിട്ടാണ് പറയുന്ന അവസ്ഥയെങ്കിൽ നമ്മുടെ ജീവിതം നരകത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. നട്ടപ്പാതിരക്കോ നട്ടുച്ചക്കോ ആരുമില്ലാത്ത സമയത്തോ എവിടേക്കെങ്കിലും പോകുന്ന സമയത്തോ റൂം എടുക്കുക, വാതിൽ കുറ്റിയിടുക, പാസ്വേഡുകൾ ഓപ്പൺ ആക്കുക, എന്നിട്ടാരും കാണാതെ തോന്നിവാസം കാണുക. അതിനനുസരിച്ച്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുമ്പൊന്നും ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനനുസരിച്ച് തോന്നിവാസത്തിനനുസരിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുക. തോന്നിവാസത്തിനനുസരിച്ച് ആൺകുട്ടിയും പെൺകുട്ടിയും സ്വന്തം ശരീരത്തിൽ തോന്നിവാസം ചെയ്യുക. എന്നിട്ടതൊരു വിപ്ലവമായി കാണുക. അറിയുമോ സഹോദരങ്ങളെ, ഞാനിങ്ങനെ ഫോണിലെ ഒരു തോന്നിയാസം ഇങ്ങനെ കാണാൻ, വാതിൽ കുറ്റിട്ടുണ്ട്, കർട്ടൻ താഴ്ത്തിയിട്ടുണ്ട്, ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, ആരും കാണുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാണുകയാണ്. ആ കാണുന്നതിനിടയിൽ ബാക്കിൽ നിന്ന് ചെറിയൊരു അനക്കം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ വാപ്പിമ്മി നോക്കി നിൽക്കുകയാണ്. ഞാൻ ഈ കാണുന്ന തോന്നിവാസം ഉണ്ടല്ലോ, ഞാൻ മറ്റൊരാൾക്ക് വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് കാണിക്കൊടുക്കണ മേനുണ്ടല്ലോ, അതിൻ്റെ ബാപ്പിമ്മി 5 മിനിറ്റായിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമ്മൾ ഈ ഫോൺ അവിടെ ഇടും, ഓടും. പിന്നെ ആ വാപ്പാനിമാനും വീട്ടിലും കയറാൻ നമുക്ക് കഴിയില്ല. കാരണം ഇനി മുതൽ ബാപ്പ ഇതുവരെ ഉമ്മ ഇതുവരെ നമ്മളെ കണ്ട പോലെയാകൂല കാണുക. എങ്കിലറിയണം, നമ്മൾ എന്തൊക്കെ പാസ്വേഡും ലോക്കും ക്ലിയർ ഹിസ്റ്ററിയും വെച്ച് എന്തൊക്കെ മായ്ച്ചാലും നമ്മളൊരു തോന്നിവാസം, ജീവിതത്തിൽ തോന്നിവാസം, എന്ത് ഹറാമുകൾ കാണുമ്പോഴും എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യുമ്പോഴും 3 ആളുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. 3 ആളുകൾ, പടച്ചോൻ, 2 മലക്കുകൾ. നമ്മൾ കാണുന്ന ഓരോ തോന്നിവാസവും ബാത്റൂമിൽ പൈപ്പ് തുറന്നിട്ട് ശബ്ദം പുറത്ത് കേൾക്കാത്ത വിധം നട്ടപ്പാതിരക്ക് വഞ്ചിച്ച് മറ്റൊരാൾക്ക് കോൾ ചെയ്യുന്ന വീഡിയോ കോളടക്കം 3 ആളുകൾ ലൈവായി കാണുന്നു, റെക്കോർഡ് ചെയ്യുന്നു. നാളെ പരലോകത്ത് യൗമത്തുബില സറായിർ, പരലോകത്ത് മുഴുവൻ അല്ലാഹ് കാണിച്ചു കൊടുക്കും. നമ്മൾ അഴിച്ചിട്ടതും അഴിച്ചു കണ്ടതും നമ്മൾ അതിൻ്റെ ഭാഗമായി ചെയ്ത തോന്നിയാസം ബാപ്പാനിമ്മാനും നാട്ടുകാരും മുഴുവൻ വെച്ചല്ല കാണിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ഹറാമിൽ നിന്ന് മാറുക. ഫോണും ടാബുകളും ലാപ്ടോപ്പുകളും രഹസ്യ ജീവിതവും സംശുദ്ധമാക്കുക. അവസാനിപ്പിക്കുന്നു, തൗഹീദുള്ളവരാകണം നമ്മൾ. ശൈത്താനിന്റെ പിൻഗാമികളാകരുത് നമ്മൾ. നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങൾ വരികയാണ്, റബീഉൽ അവ്വലിന്റെ ഭാഗമായി ആഘോഷങ്ങൾ വരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിൽക്കണം.
ആദർശമുള്ള മുഅ്മിനുകളാകണം, ആദർശമുള്ള വിദ്യാർത്ഥികളാകണം. എന്തുകൊണ്ടാണ് നമ്മുടെ നാടുകൾ മുഴുവൻ അലങ്കരിച്ചപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കരുത്, ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്ന് നമ്മൾ അറിയണം. ലോകത്ത് നമ്മൾ മുഅ്മിനാകൂല. എപ്പെന്നറിയോ സോങ്ങളെ? മുഅ്മിനാകൂല എനിക്ക് ഇന്റത് കഴിഞ്ഞിട്ട്, ഇന്റെ വാപ്പ കഴിഞ്ഞിട്ട്, ഇന്റെ ഉമ്മ കഴിഞ്ഞിട്ട് നബിയുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുഅ്മിനല്ല. ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും നമ്മളെക്കാളും പ്രവാചകനെ സ്നേഹിക്കണം. എന്നിട്ടും എന്തേ നമ്മൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാത്തത്? കാരണം എന്തെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ 6000 ചില്ലാനമായത്തിൽ ഒരു മേഖലയിൽ പോലും അള്ളാഹു സ്വർഗനരകങ്ങളിലേക്ക് പോകുന്ന അമലുകളെ പറ്റി പറഞ്ഞെടുത്ത് ഒരു ഭാഗത്ത് പോലും മീലാദുൻ നബി എന്നോ റബീഉൽ അവ്വൽ എന്നോ ആഘോഷമെന്നോ സ്വർഗത്തിന്റെ അമലായി ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. ഇല്ല. 23 കൊല്ലം നബി ജീവിച്ചു, 22 കൊല്ലം റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. ഒരു കാരക്കയെടുത്ത് 4ആയി ചീന്തി അതിലൊരു ചീളെടുത്ത് ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് അതുകൊണ്ട് ആഘോഷിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞത് ദീനിലില്ല. പ്രവാചകന് ശേഷം പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട 4 ഖലീഫമാർ, 2 വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 വർഷം ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 13ഓളം വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4.25 കൊല്ലം അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടത്തി. റബീഉൽ അവ്വൽ വന്നു. ഏതെങ്കിലും ഒരു ദിവസം പള്ളി അലങ്കരിച്ചില്ല, ദഫ് മുട്ടിയില്ല, അന്നദാനം നടത്തിയില്ല, കുട്ടികളെ വെച്ച് പാട്ട് നടത്തിയില്ല, പ്രവാചകന്റെ പ്രകീർത്തനം നടത്താമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളുണ്ട് 10 ആളുകൾ, അവരും ആഘോഷിച്ചില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾ, അവരും ആഘോഷിച്ചില്ല, എഴുതിയില്ല. അസ്സിഹാഹു സിത്ത 6 ഹദീസിന്റെ മുൻനിരയിലുള്ള പണ്ഡിതന്മാർ, ബുഖാരി, ഇമാം മുസ്ലിം, തിർമിദി, നസായി അടക്കമുള്ള റളിയല്ലാഹു അൻഹും ഒരാൾ പോലും പറഞ്ഞില്ല. ലോക ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്ത് മുഹമ്മദ് എന്നാണ്. ആ അധ്യായത്തിലെങ്കിലും മുഹമ്മദ് നബിയുടെ പേരിൽ അധ്യായത്തിലെങ്കിലും ഈ ആഘോഷം പറയേണ്ടതായിരുന്നു. അവിടെയൊന്നും പറയാത്ത ഒരു ആഘോഷം. കൂട്ടുകാരാഘോഷിച്ചാലും മഹല്ലാഘോഷിച്ചാലും അതിൻ്റെ ഭക്ഷണം കൊണ്ടുവന്നാലും അതിൻ്റെ പായസം കൊണ്ടുവന്നാലും പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ അതുമായി സഹകരിക്കാനേ പാടില്ല. എന്തുകൊണ്ട്? അവസാന വാചകം അതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സ്വർഗം കിട്ടാനല്ലേ? പരലോകത്ത് അള്ളാഹു സ്വർഗത്തിലെ ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചത് നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു ജനവിഭാഗം ഓടി വരുന്നുണ്ട്. അവർ ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി ആരാധനകളുമായി ഇബാദത്തുകളുമായി പ്രവാചകനെ കാണാമല്ലോ, സ്വർഗത്തിൽ പ്രവേശിക്കാമല്ലോ, ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാമല്ലോ എന്ന ഇഷ്ടത്തിൽ വരികയാണ്. പക്ഷെ അള്ളാഹു അവരെ അകറ്റും. സുഹക്കൻ സുഹക്കൻ, നിങ്ങൾ അകന്നു പോകൂ എന്ന് പറയും. പ്രവാചകൻ ചോദിക്കും, പ്രവാചകരെ അള്ളാഹുവേ, അവർ എൻ്റെ സമുദായമല്ലേ, അവർ നിസ്കരിച്ചോലല്ലേ, അവർ നോമ്പെടുത്തവരല്ലേ, അവർക്ക് എന്തേ സ്വർഗം കൊടുക്കാത്തത്? അതിന് അള്ളാഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? സുഹക്കൻ സുഹക്കൻ ലിമൻ ബദ്ദല ബഅദി. അവർക്ക് ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രവാചകരെ, താങ്കൾ മരിച്ചതിന് ശേഷം മതത്തിൽ പുതിയതായി ആഘോഷങ്ങളും ആചാരങ്ങളും പ്രത്യേകമായ ജന്മദിനാഘോഷങ്ങളുമൊക്കെ നല്ലതാണ്, പുണ്യമാണ്, തെറ്റെന്താണ് എന്ന് ചോദിച്ചു കൊണ്ടുവന്നവരാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ കൂട്ടാളികളാണ് നമ്മൾ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആദർശത്തിലും സ്വഭാവത്തിലും നമസ്കാരത്തിലും വേഷവിധാനത്തിലും ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നതിലും ലഹരി ഒഴിവാക്കുന്നതിലും ദീനിയായി ജീവിക്കുന്നതിലും സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.